എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീട്ടിലിപ്പോൾ നാളേക്ക് കഞ്ഞിക്കോ അല്ലെങ്കിൽ പുട്ടിനോ കടലയോ ഗ്രീൻ പീസോ വെള്ളത്തിലിടാമെന്ന് വിചാരിക്കും. കടല നോക്കുമ്പോൾ കടല കുറച്ചുള്ളൂ, ഗ്രീൻ പീസ് നോക്കുമ്പോൾ അതും കുറച്ചുള്ളൂ. അപ്പം എന്താ ചെയ്യണ്ടേ? രണ്ടും കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ആരെങ്കിലും ഇങ്ങനെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ രണ്ടും ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് വെള്ളത്തിൽ ഇട്ട് നമുക്ക് കുതിരാടാം. അപ്പോൾ കടലയും ഗ്രീൻ പീസും ഒരേപോലെ കുതിർന്നു. ഗ്രീൻ പീസ് ആണെങ്കിൽ കുറച്ച് അധികം ഇടാണെങ്കിൽ ഒറ്റ സ്റ്റീമിൽ വെന്ത് കിട്ടും. കടലയ്ക്കാണെങ്കിൽ നല്ല വേവാ. ഒരു സ്റ്റീം അടിച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഇട്ട് വയ്ക്കും, എന്നാലും നല്ല പോലെ വേവുള്ളൂ. ഗ്രീൻ പീസ് ഒരു സ്റ്റീം അടിച്ചിട്ട് ഒരു ലേശം 10 വരെ സിമ്മിട്ടാൽ മതി, കുറച്ചുള്ളതെന്ന് വെച്ചാൽ. അപ്പോഴേക്കും അത് വെന്തുണ്ടാവും. ഇതുപോലെ തന്നെ തണുത്ത ചോറ് ബാക്കിയുണ്ടെങ്കിലും അരിയും കൂടിയിട്ട് ഒരുമിച്ച് നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ടുണ്ടാകും കുക്കറിൽ. അത് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാലും ഒരേപോലെ വെന്ത് കിട്ടുക. ഇതിനാവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്കൊരു സ്റ്റീം അടിച്ച് കുറച്ച് നേരം കടലേര പോലെ തന്നെ സിമ്മിലിട്ട് വയ്ക്കും. അപ്പോൾ നമ്മുടെ കടലയും ഗ്രീൻ പീസ് എന്തായി നോക്കാം. വേണ്ട, അപ്പോൾ രണ്ടും ഒരേപോലെ വന്നേക്കണം. കടല അതേ പൊട്ടിയുണ്ട്, ഞങ്ങളിങ്ങനെ പൊട്ടണ വരി വേവിക്കും. ഗ്രീൻ പീസും അതേപോലെ തന്നെ ഞെക്കുമ്പോൾ വെന്തുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങനെ ഇടാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഗ്രീൻ പീസും കടലയും ഒരുമിച്ചിട്ട് വേവിച്ചോ. ഈ ചീഞ്ചട്ടിയിൽ ഇത് കാച്ചാൻ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ മുളക് പൊടി കൂടെ ഉള്ളിയും വെളുത്തുള്ളിയും യോജിപ്പിച്ച് വെച്ചതാണ്, ഒരുമിച്ചാണ് ഇത് ഇടുക, വേറെ ഇടാൻ പാടില്ല. അപ്പോൾ മുളക് മൂത്ത് കഴിഞ്ഞു കുറച്ചധികം മാറ്റി വെച്ചു, അല്ലെങ്കിൽ എരിവ് കൂടും, കുറച്ചധികം മൂപ്പിച്ച് വെച്ചാണ് നമുക്ക് നല്ലപോലെ അരച്ച് കിട്ടാം. അപ്പോൾ കഞ്ഞിക്കാണെങ്കിൽ നമ്മളിത് വറ്റിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ പുട്ടുണ്ടാക്കാനാണെങ്കിൽ നമുക്കൊരു സൂത്രം ചെയ്യണം. ഇവ എന്തേന്ന് കുറച്ചെടുത്തിട്ട് മിക്സിയിലടിക്കുക, എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കുക, എന്നിട്ട് തിളപ്പിക്കുക. അപ്പോൾ നല്ല കട്ടി ആയി കിട്ടും. അല്ലെങ്കിൽ പുട്ടിന് ചാറ് കിട്ടില്ല. അത് കുറച്ച് മസാലപ്പൊടി ഇടുക, അതുപോലെ മല്ലിയില ഇടുക. അപ്പോൾ നല്ല കറിയായി കിട്ടും. പുട്ടിന് ചാറ് ആയി, ടേസ്റ്റും ഉണ്ട്. കടലക്കറി വയ്ക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. ഞങ്ങൾക്ക് പുട്ടിനായിരുന്നു കടലക്കറി, അത് കാരണം ചാറുണ്ടാക്കിയത്. അപ്പോൾ നല്ല ചാറായി. അതുപോലെ പുട്ടുണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആവാനായിട്ട് ഒന്നില്ലെങ്കിൽ നനച്ച് കഴിഞ്ഞ് മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. അല്ലാന്ന് വെച്ചാൽ അത് അരിക്കുക നനച്ചത്. അത് പുട്ടരിപ്പയിൽ ഇട്ടിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ നനഞ്ഞ പൊടി താഴേക്ക് വീണോളൂ. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.